Hello, welcome back to another session with me, Reema. Today we are going to learn about basic sentence formation. അതായത് ഇംഗ്ലീഷിൽ ഏറ്റവും ബേസിക്കായ രീതിയിൽ എങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കാം. എല്ലാവരും റെഡിയല്ലേ? സോ ലെറ്റ്സ് ലേൺ ടു മേക്ക് സിമ്പിൾ സെൻറ്റൻസസ്. ഇങ്ങനെ സിമ്പിൾ സെൻറ്റൻസസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 പാർട്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇത്തരം വാചകങ്ങളിൽ 3 ഭാഗങ്ങൾ ഉണ്ടാവും. സബ്ജക്റ്റ്, വെർബ് ആൻഡ് ഒബ്ജക്റ്റ്. അപ്പോൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇത് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ തുടങ്ങിയാലോ? വാട്ട് ഈസ് എ സെൻറ്റൻസ്? ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആരാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അയാൾ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ എന്തൊക്കെ ഉണ്ടാവും? അവിടെ ഒരു ആക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ആ ആക്ഷൻ ചെയ്യുന്നത് ആരാണെന്നുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രവർത്തനം അല്ലെങ്കിൽ ആക്ഷൻ, മലയാളത്തിൽ നമ്മൾ ഇതിനെ ക്രിയ എന്നൊക്കെ പറയും, അത് നടക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ വാക്കാണ് വേർബ് എന്നുള്ളത്. എന്താ നമ്മൾ അതിനെ പറയുക? വേർബ്. അതുപോലെ ഈ ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി ആരാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇംഗ്ലീഷിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഈ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സബ്ജക്റ്റ്, വേർബ് ആൻഡ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആര്, വേർബ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് എന്ത് പ്രവൃത്തിയാണ് അവിടെ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം ഈ പ്രവൃത്തി അല്ലെങ്കിൽ ആക്ഷൻ ആരെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ എന്തൊക്കെ ഉണ്ടാവും? സബ്ജക്റ്റ്, വേർബ് ആൻഡ് ഒബ്ജക്റ്റ്. ഇത് നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളുടെ സ്ക്രീനിൽ ഒരു ഇമേജ് കാണാം അല്ലേ? എന്താണ് ആ ഇമേജ്? ഒരു റാബിറ്റ്, ഒരു മുയൽ ക്യാരറ്റ് കഴിക്കുന്ന ഒരു ചിത്രം കാണുന്നില്ലേ? അപ്പം മുയൽ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്യാരറ്റ് കഴിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രവൃത്തിയാണ് മുയൽ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റിനൊക്കെ നിറങ്ങൾ നൽകിയിട്ടുണ്ട്. സബ്ജക്റ്റ് ബ്ലൂവിലാണ്, വേർബ് ഗ്രീൻ, ഒബ്ജക്റ്റ് റെഡ്. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കിയേ. റാബിറ്റ് ഈറ്റ്സ് ദ ക്യാരറ്റ്. നൗ യു ക്യാൻ ട്രൈ ടു ഗെസ് വിച്ച് ഇസ് വാട്ട്. ഏതാണ് ഇതിൽ സബ്ജക്റ്റ്, വേർബ് ആൻഡ് ഒബ്ജക്റ്റ്? ഒന്ന് പറഞ്ഞു നോക്കിയേ. വെരി ഗുഡ്. അപ്പോൾ ഇതിൽ റാബിറ്റ് എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്, ഈറ്റ്സ് എന്നുള്ളതാണ് അവിടെ നടക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ആക്ഷൻ. റാബിറ്റ് എന്താണ് ചെയ്യുന്നത്? റാബിറ്റ് ഈറ്റ്സ്. എന്തിനാണ് റാബിറ്റ് കഴിക്കുന്നത്? ക്യാരറ്റ്. So the carrot is object. Rabbit eats the carrot. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. Take a look at these pictures. He eats apple. അവിടെ കുട്ടി ചെയ്യുന്ന ആക്ഷൻ ഏതാണ്? ആപ്പിൾ കഴിക്കുകയാണ് അല്ലേ? He eats apple. We play games. She likes cats. അപ്പോൾ she likes cats എന്ന് കൊടുത്താൽ എന്താണെന്ന് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു ക്യാറ്റേ ഉള്ളൂ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഷീ ലൈക്സ് ക്യാറ്റ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്? നമുക്ക് ഷീ ലൈക്സ് ക്യാറ്റ് എന്ന് കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ഇംഗ്ലീഷ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ ഷീ ലൈക്സ് ക്യാറ്റ് എന്ന് എഴുതുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം വേറെ രീതിയിലാണ് വരിക. ഈ കുട്ടിക്ക് പൂച്ചകളെ ഇഷ്ടമാണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ സെൻറ്റൻസിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഷീ ലൈക്സ് ക്യാറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മാറും. ഇറ്റ് വിൽ സൗണ്ട് ലൈക്ക് ഷീ ലൈക്സ് ടു ഈറ്റ് ക്യാറ്റ് മീറ്റ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഷീ ലൈക്സ് ക്യാറ്റ്സ് എന്നാണ് നമ്മളുടെ കറക്റ്റായിട്ടുള്ള മീനിങ് ഇവിടെ വരിക ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, ലെറ്റ്സ് പ്രാക്ടീസ് വിത്ത് ന്യൂ വേർഡ്സ്. സ്ക്രീനിൽ നിങ്ങൾക്ക് 2 വീഡിയോസും കാണാം. അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 സെൻറ്റൻസുകളും കാണാം. ആൻഡ് ട്രൈ ടു റീഡ് ഇറ്റ് വിത്ത് മീ. ഐ സീ എ ഡോഗ്. ഇനി നിങ്ങൾക്ക് ഈ വാചകങ്ങളിൽ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. വെരി ഗുഡ്. നൗ ഇറ്റ്സ് യുവർ ടേൺ ടു മേക്ക് എ സെൻറ്റൻസ്. സ്ക്രീനിൽ നിങ്ങൾക്കൊരു വീഡിയോ കാണാം. കുറച്ച് വേർഡ്സും കൂടി അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഹി റൺസ് ഫാസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഈ വാക്കുകൾ ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. വെരി ഗുഡ്. അപ്പോൾ എന്താണ് നമുക്കിവിടെ കിട്ടിയ സെൻറ്റൻസ്? ഹി റൺസ് ഫാസ്റ്റ്. Now let's do some activities. Arrange the words. ഇവിടെ ഡിസോർഡർ ആയിട്ട് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ വാക്കുകളൊക്കെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്നുള്ള പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കണം. എല്ലാവരും ആൻസർ കണ്ടെത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മളുടെ ആദ്യത്തെ സെൻറ്റൻസ് വരിക? ഷീ ലൈക്സ് കേക്ക്. റൈറ്റ്. അപ്പോൾ സെക്കൻഡോ? വി പ്ലേ ബോൾ. വെരി ഗുഡ്.
Keep practicing to get better at making sentences. Don't forget to subscribe to our channel and let us know your thoughts in the comment box.